ഹലോ, ഹായ്. നമുക്കിന്ന് സ്ട്രൂപ്പ് വേഫിൾസിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാം. സ്ട്രൂപ്പ് വേഫിൾസ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കുക്കിയാണ്, ലോക പ്രശസ്തമായിട്ടുള്ള കുക്കിയാണ്. അത് ശരിക്കും ഒരു ഡച്ച് കുക്കിയാണ്. അതുപോലെ യൂറോപ്പിലാണ് പോപ്പുലർ. എന്നാൽ പോലും ലോകത്ത് എല്ലായിടത്തും സ്ട്രൂപ്പ് വേഫിൾസ് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രൂപ്പ് വേഫിൾസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു കീ ഫ്ലേവർ സിന്നമൺ ആണ് അതിന് ഏറ്റവും ഫ്ലേവർ നൽകുന്ന സബ്സ്റ്റൻസ്. 1810 ആണ് സ്ട്രൂപ്പ് വേഫിൾസ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ശരിക്കും പറയപ്പെടുന്നത് ഡച്ച് ബേക്കറികളിൽ മെയിൻ കുക്കീസൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വന്ന കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു കുക്കിയാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്. പ്രധാനമായിട്ട് കുക്കിയുടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ബട്ടർ, മിൽക്ക്, എഗ് ഉണ്ട്, പിന്നെ ഡോ ഉണ്ട്, പിന്നെ ബ്രൗൺ ഷുഗർ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഫ്ലേവർ നൽകുന്ന സംഭവം സിന്നമൺ ആണ്. അതുപോലെ ഓസ്ട്രേലിയയിൽ ഈ കുക്കിക്ക് കോഫി ടോപ്പേഴ്സ് എന്നും ഇവിടെ പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു കുക്കി നമ്മൾ കുറച്ച് നേരം നമ്മളിതുപോലെ നമ്മുടെ ബിവറേജസിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ കോഫിയോ ടീയോ അതിൻ്റെ ആ ഒരു ചൂട് സ്റ്റീം തട്ടി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തുള്ള ആ ഒരു ബട്ടർ നല്ലപോലെ മെൽറ്റ് ആവും. കാരമലും ബട്ടറും കൂടെ ചേർന്നുള്ള ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു ഫ്ലേവർ, പിന്നെ സിനമണിൻ്റെ ആ ഒരു അരോമ, ഇതെല്ലാം ശരിക്കും ഒന്ന് ഫ്രീ ആകും. കാര്യം ഇത് നമ്മൾ ഒരു സോളിഡ് ഫോമിലാണല്ലോ ഇരിക്കുന്നത് കുക്കി. ഈ സ്റ്റീം അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തുള്ള ആ ഒരു ബട്ടറും എല്ലാം ഒന്ന് മെൽറ്റായി അതിൻ്റെ ആരോമ ശരിക്കും ലിബറേറ്റഡ് ആകും. അപ്പോൾ അതിന് ഈ ഒരു കുക്കീസിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ കുറച്ച് സമയം ഒരു ബിവറേജിൻ്റെ മുകളിൽ കോഫിയോ ടീയോ മിൽക്കോ എന്തും ആയിക്കോട്ടെ അങ്ങനെ പുറത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം, വളരെ ടേസ്റ്റിയാണ്. പിന്നെ ന്യൂട്രീഷനെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഇത് empty കാലറീസ് ആണെന്ന് തന്നെ വേണേൽ പറയാം. കാര്യം ആ ഒരു ബട്ടർ മെൽറ്റായിട്ട് വന്നിട്ടുണ്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ടേസ്റ്റ് ചെയ്യുക. ഇനി ഞാനതൊന്ന് എൻജോയ് ചെയ്യട്ടെ. താങ്ക് യു.